എന്തായി അമ്മന്റെ തീരുമാനം? ഇതിപ്പോ ചെറുതാക്കിയറിയാനല്ലേ നീ പറഞ്ഞേ? അതല്ല അമ്മ, സത്യേട്ടന്റെ വീട്ടിൽ പോണ കാര്യം എന്തായിരുന്നു? അപ്പൊ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ അമ്മ ഒരു കൊല്ലമായില്ലേ ഇവിടെ നിൽക്കുന്നു. ഇപ്പൊ 2 കൊല്ലം സത്യേട്ടന്റെ വീട്ടിൽ പോയി നിൽക്കണല്ലേ, അതിന്റെ ഒരു രീതി അങ്ങനെയല്ലേ? അല്ല, അതിപ്പോ അവൻ എന്തെങ്കിലും ഒന്നും പറയാതെ എങ്ങനെയാ? സത്യേട്ടന് അമ്മേനെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ എല്ലാം എഴുതി വാങ്ങിച്ചുകൊണ്ട് പോയത്. ഇതിപ്പോ ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇല്ലേ, അതല്ലേ കുറച്ചുകൂടെ നല്ലത്. നിനക്കിപ്പൊ ഞാനിവിടെ നിക്കണത് ഒരു ബുദ്ധിമുട്ടാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ அப்படி இல்லை சார். சார் அது என்ன இங்கே கொஞ்சம் ப்ராப்ளம்ஸ் இருக்கு சார், அதான். இல்லை நெக்ஸ்ட் வீக்கு கண்டிப்பாக வந்துடுவேன் சார். சார் வந்துடுவேன். சரி சார் வணக்கம் வணக்கம். അതെ, ചെന്നൈയിൽ നിന്ന് ശ്രീധരൻ സാറാ വിളിച്ചത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന കാര്യം എന്തായെന്ന് ചോദിച്ചാ വിളിച്ചേ. ടിക്കറ്റ് എടുക്കണം എനിക്ക്. അടുത്ത ആഴ്ച കഴിഞ്ഞാൽ റേറ്റ് കൂടും. ഇതൊരു തീരുമാനം ആവാണ്ട് നമ്മൾ എങ്ങനെ ടിക്കറ്റ് എടുക്കുന്നത്? ഇത് തീരുമാനം എന്ന് പറഞ്ഞാൽ സത്യശീലനെ വിളിച്ചിട്ട് കാര്യം പറയേ. മോക്കുള്ള അതേ ഉത്തരവാദിത്വം തന്നെയാണ് മോനും ഉള്ളത്. പിന്നെ അവന്റെ ഒന്നും അറിയാത്തവനോ നടക്കണേ. എന്താടാ കൊറേ നേരമായല്ലോ. എന്താ സംഗതി? അതെ, അച്ഛൻ പോയി വല്ല കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ. അച്ഛന് പണ്ടേ ഇല്ല മോനെ. അങ്ങനെ അച്ഛൻ കിടന്നുറങ്ങിയിരുന്നെങ്കിലേ ഇന്നിപ്പൊ നിനക്ക് കിടന്നുറങ്ങാൻ ഈ വീടുണ്ടാവില്ല. എന്താ വേണം കുട്ടി? എന്താ കാര്യം? എന്താ പണ്ടമ്മേ? അല്ല, അമ്മയ്ക്ക് സത്യേട്ടന്റെ വീട്ടിൽ പോണെന്ന്. പോയിക്കോട്ടെ. അതിനിപ്പോ നിങ്ങക്ക് എന്താ? പോണെന്ന് പറഞ്ഞാ അയാളൊന്ന് കൂട്ടിക്കൊണ്ട് പോണ്ടേ? അപ്പൊ നിങ്ങൾ കൂട്ടി കൊണ്ടുപോന്നാ? അച്ഛാ, ഞങ്ങൾക്ക് ചെന്നൈ പോണം. അടുത്ത ആഴ്ച അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളതാ. എന്നാ താൻ പോടോ. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും ഇവളും കൂടെ പോണത്. എന്നാ പിന്നെ അങ്ങനെ പോട്ടെ. നിങ്ങൾക്ക് എന്താ ഇവിടെ നിൽക്കാൻ വല്ല കുഴപ്പമുണ്ടോ? നിങ്ങക്ക് ഇവിടെ നിന്നൂടെ? അച്ഛന് എന്തറിഞ്ഞിട്ടാണ് പറയണത്? അച്ഛനും ഒരു പരുവത്തിന് വയ്യാണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വയ്യാത്ത സ്ത്രീയും കൂടെ ആര് നോക്കുന്നാണ്? എന്നാ പിന്നെ അമ്മേനെയും കൊണ്ടുപോവാ ചെന്നൈക്ക്. എന്ത്? എന്താ നിന്റെ പ്രശ്നം? എന്റെ അളിയെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അതായത് ഇവളുടെ ആങ്ങള, ഈ അമ്മയുടെ മോൻ. അവനെന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? മോക്ക് മാത്രമേ ഉള്ളൂ. 1 വർഷം ഇവിടെ ഞങ്ങൾ നിർത്തി നോക്കിയല്ലോ. അങ്ങനെയാണപ്പോ. മോന്റെ ഉത്തരവാദിത്വം ഒന്നും പറയാനില്ല, എനിക്കുണ്ടല്ലോ മോൻ. അതേ, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ നിൽക്കട്ടെ. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ട് അത് അവരവിടെ കൊണ്ടുപോയാക്കുക. എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ചെന്നൈക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് ഈ വർത്താനം പറഞ്ഞത്? നീ വന്നടി, ചെന്നൈക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ. മക്കൾക്ക് പിന്നെ വേറെ മോൻ അവന് ഉത്തരവാദിത്വം ഒന്നും വേണ്ടല്ലോ. ഇവിടെ ഞാൻ അച്ഛനെ നോക്കണുണ്ടല്ലോ, എന്റെ അച്ഛനായോണ്ട്. അപ്പൊ അവന്റെ അമ്മ എന്താണ്? അവൻ നോക്കണം. അച്ഛൻ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കവൻ? ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവനൊക്കെ എൻ്റെ വർത്തമാനം ഉണ്ടല്ലോ. വയസ്സായതൊക്കെ തന്നെ സ്ഥിതി. അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എവിടെ നിൽക്കാൻ ഇഷ്ടമില്ല ചേച്ചാൽ അവിടെ നിൽക്കുക. അല്ലെങ്കിൽ ധ്യാനം അങ്ങോട്ട് കേൾക്കുക, ധ്യാനം അങ്ങോട്ട് വിൽക്കുക. തന്നെ ഒരു മക്കള് ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിച്ചൂടാ. മാതൃത്വം നെഞ്ചേറ്റി സൂക്ഷിക്കുന്ന പിഞ്ചു മനസ്സുകൾക്ക് അമ്മ എന്ന വികാരം. അമ്മേ, പാട്ടിന്റെ ഒരു ഇത് കളയല്ലേ. എന്റെ അമ്മേനെ കുറിച്ചല്ലേ പാടുന്നത്? ഇത് നിന്റെ അമ്മയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ രാഘോട്ടനി? എന്റെ ഇന്നത്തെ ദിവസം അതും അറിയില്ലേ? ഇന്നാണ് ലോക മാതൃദിനം, അമ്മമാരുടെ ദിവസം. ഒരു നല്ല അമ്മയുടെ ഫോട്ടോ എടുത്ത് എനിക്ക് ഫേസ്ബുക്കിൽ ഇടണം, സ്റ്റാറ്റസ് ഇടണം, വാട്സപ്പിൽ. അതെ, നിന്റെ അമ്മയുടെ ഫോട്ടോ ഇട്ടാ പോരെന്ന്. എന്റെ അമ്മയുടെ ഫോട്ടോ മോന്ത കണ്ടാലോ എന്ത് ഭംഗിയുണ്ടാ. ഒരു ഭംഗിയിലെ ഫോട്ടോ ഉണ്ടാ, ചുക്കിച്ചൊളിഞ്ഞ് വല്ലാത്തൊരു മുഖമാണ്. അത് പോരാ രാഘവട്ട. കാഴ്ചക്ക് നല്ല ഭംഗിയില്ല ഒരു അമ്മ വേണം. മാതൃദിനത്തിൽ ആ ഫോട്ടോയുടെ ഭയങ്കര രസം ഉണ്ടാവും. എന്നാ പിന്നെ ഐശ്വര്യ ഫോട്ടോ. ഐശ്വര്യന്റെ ഫോട്ടോ നമുക്ക് ഒന്നിച്ച് സെൽഫി എടുക്കാൻ പറ്റൂല്ലോ. എങ്ങനത്തെ? ഒന്നിച്ച് കിട്ടണം. ഫോട്ടോ എടുത്തിട്ട് ഒരു അങ്ങനെയല്ല മാതൃദിനത്തെ. അങ്ങനെ വേറെ എത്ര ഫോട്ടോ ഉണ്ടാവും? ഫോണിൽ എത്ര ഫോട്ടോ ഉണ്ട്? ഇല്ലടാ, നിന്റെ അമ്മേന്റെ ഫോട്ടോ കാണിച്ചേ. നിന്റെ അമ്മേന്റെ ഫോട്ടോ അങ്ങോട്ട് അത് നോക്കാം. പോരെ, ഇതേ ദൂരം പോകുന്നല്ലേ, അടുത്ത ആളുമായി. ഞാനോട്ടെ എന്റെ അമ്മേന്റെ ഫോട്ടോ ഇടുന്നല്ലേ ആടെ വച്ചിട്ടോ. അല്ല ഉണ്ണി, നീ എന്നാ ഉദ്ദേശിക്കുന്നത്? ചാകോട്ടാ, നല്ല കവിയൂർ പൊന്നമ്മേനെ പോലെ ഐശ്വര്യമുള്ള, പ്രൗഢിയുള്ള, ആട്യത്വമുള്ള ഒരമ്മേനൊക്കെ വേണം. എന്തിന്? എടോ,
ഈ ഫേസ്ബുക്ക് ലൈക്ക് കിട്ടണമെങ്കിൽ സ്റ്റാറ്റസ് ആരൊക്കെ നോക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടെങ്കിലേ കിട്ടൂല മോനെ. വെറുതെ ഇങ്ങനത്തെ വീടാക്കിയിട്ട് അമ്മേനിട്ട് ഒരു കാര്യമില്ല. കാര്യം വേണ്ട അമ്മ ചെയ്യുന്നതിന് കാര്യം വേണ്ട ഓട്ടാ. ഉണ്ണി, നീ പറഞ്ഞ എല്ലാ ഗുണവും ഇല്ല ഒരു അമ്മയുണ്ട്. സത്യശീലന്റെ അമ്മ മണ്ടോതിരി. മണ്ടു അമ്മ അതൊരു എടുപ്പാ. കവിയൂർപ്പൻ അമ്മ തന്നെ. അതിന് തോറ്റു. കവിപ്പണ്ണ ഒന്നുമല്ല, ഇതൊരു കുട്ടിയാനെ പോലെയാ അമ്മോ. സത്യേട്ടാ, എന്താ സത്യേട്ടാ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്തുണ്ട്? സുഖല്ലേ സത്യേട്ടാ? ഓ സുഖമായിട്ടിരിക്കണം. അതല്ലേ, എന്താ ഈ വഴിക്കൊക്കെ വെറുതെ. ശരി. സത്യേട്ടാ, അതെ ഇന്ന് ലോക മാതൃദിനല്ലേ സത്യേട്ടാ? ഓ ലോക മാതൃദിനം ഇന്നാണോ? ഇന്നാണ് സത്യേട്ടാ. അത് ശരി. ഓ കറക്റ്റാ. അതെ, പിന്നെ എനിക്ക് സത്യേട്ടന്റെ അമ്മേന്റെ ഒരു ഫോട്ടോ എടുക്കണം, ഒരു സെൽഫി. എന്തിന്? അതെ, ഞാൻ അത് ഫേസ്ബുക്കിൽ ഇടണം, എനിക്ക് സ്റ്റാറ്റസ് ഇടണം. ഇത് ലോക മാതൃദിനല്ലേ? എടാ ഉണ്ണിയെ, അതിന് സ്വന്തം അമ്മയുടെ ഫോട്ടോ എടുത്തിട്ടാ ഇടുക. എന്റെ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ നീ ഇടണത്? ലോകത്തിലെ എല്ലാ അമ്മമാരും എന്റെ സ്വന്തം അമ്മമാരാണെന്ന് ഞാനൊരു ക്യാപ്ഷൻ അടിയിലിടും. പിന്നെ പ്രശ്നമില്ലോ. അത് തിരക്കല്ല, അത് കുഴപ്പമില്ല, അത് നല്ലതാ. അമ്മേനെ വിളിക്ക് ഇങ്ങോട്ട്, ഒരു ഫോട്ടോ എടുത്താണ് ഞാൻ പോയിക്കോളാം. അല്ല, അതിന് അമ്മ ഇവിടെ ഇല്ല. കാള് പറയുന്നത് കളവല്ല ഇവിടെ ഇല്ല. പിന്നെ പെങ്ങളുടെ റാണിയുടെ എവിടെയാണ്? അത് ദൂരല്ലേ ചേട്ടാ? ഒരു വർഷമായി പോയിട്ട്, 1 വർഷവും 3 ദിവസമായി അറിഞ്ഞിട്ടാ. ഇപ്പൊ സത്യേട്ടന്റെ അനുഭവത്തില് എവിടെയെങ്കിലും ഉണ്ടാ ഒരു അമ്മ? നിനക്ക് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റിയ ഒരു അമ്മ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ അന്വേഷിക്കാം കേട്ടാ. അന്വേഷിച്ച് കിട്ടുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. നമ്പർ എന്റെ നമ്പറിന്റെ അടുത്ത് ഉണ്ടല്ലോ. എന്റെ നമ്പർ ഉണ്ടോ? പിന്നെ എല്ലാവരുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ട്. നിന്നെ വിളിച്ചിട്ടുണ്ട്, പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, എവിടെ പണിയൊക്കെ? പണിയല്ല, ഇങ്ങനെ എന്താ കാര്യമുണ്ട്. അപ്പൊ ശരി കേട്ടോ, വിട്ടോ. കണ്ടാ പറയാം. പറയണോ? പറയാം. എവിടുന്ന് വരണടാ ഇവൻ? ഓ, അപ്പൊ ഇന്നാണ് മാതൃദിനം, ലോക മാതൃദിനം. അല്ല ശ്രീധർ സാർ, അതല്ല പ്രോബ്ലം സാർ. இல்ல சார், இப்ப என்ன பிரச்சனைனா வீட்டுக்குள்ள ஒரு பாம்பு கேறி இருக்கு. ആ പാമ്പിനെ വെളിയിൽ ആക്കിയിട്ട് വീട് പൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങ് വരാൻ. സാറേ, പാമ്പ് എടുത്ത് കളഞ്ഞാ കണ്ടിപ്പാ വന്നിടും സാർ. നെക്സ്റ്റ് വീക്ക് കണ്ടിപ്പാ വന്നിടും. പ്രോമിസ് സാർ, പ്രോമിസ് സാർ. ഓക്കെ ഓക്കെ സാർ. പാമ്പാ? എവിടെ പാമ്പ്? നിന്റെ അമ്മേരെ റൂമിലൊരു പാമ്പ് കയറി പോയി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശ്രീധരൻ സാറാണ് വിളിച്ചത്. കുറെ ദിവസം അങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുക. അടുത്ത ആഴ്ച ഉറപ്പായിട്ടും പോകണം ചെന്നൈയിൽ. നീ വന്നില്ലെങ്കിൽ ഞാൻ പോകും. അത് പറ്റില്ല, എനിക്ക് ചെന്നൈ കാണണ്ടേ. ചെന്നൈ കാണാൻ നിന്റെ അമ്മ എവിടെയെങ്കിലും കൊണ്ടിട്. അതിന് അമ്മ പോയാലല്ലേ എനിക്ക് താല്പര്യമായിട്ടാണോ? ഞാൻ ഒരു കാര്യം പറയാം റാണി, നിവൃത്തി ഇല്ലെങ്കിൽ വല്ല ഉറക്കപ്പുളിയും കൊടുത്തിട്ട് ഏതെങ്കിലും അനാഥാലയത്തിന്റെ മുമ്പിൽ കൊണ്ട് ഞാനങ്ങ് വെക്കും നിന്റെ അമ്മയെ. എന്റെ അമ്മയെ മാത്രം ആക്കണ്ട, നിങ്ങളുടെ അച്ഛനെ കൂടെ കൊണ്ടുപോകും. അത് ഞാൻ ആലോചിക്കാതിരിക്കില്ല. അതുകൊണ്ട് അളിയാ, നിന്റെ അമ്മയെ കൊണ്ടുപോകുന്ന അറിയാ. ഇത് എവിടെയാണ്? ഒന്നും പറയണ്ട. എത്ര വർഷമായി കണ്ടിട്ട്? വർഷോ? 1 വർഷം കഴിഞ്ഞ് കണ്ടിട്ട്. ഇല്ല. അന്ന് അമ്മ ഇവിടെ കൊണ്ടുവന്ന് ആക്കിട്ട് പോയ ഓക്കല്ലേ? ഇല്ല, 6 മാസം. ഇല്ല. 1 വർഷമായോ? 1 വർഷവും 3 ദിവസമായി. ആണോ? പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ, എത്ര പെട്ടെന്നാ കാലം പോകുന്നത്. സത്യം പറഞ്ഞ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക. എനിക്ക് കുറേ വർഷമായ പോലെ തോന്നുന്നുണ്ട്. എന്താന്നറിയാളിയാ, ഒരുപാട് സൈറ്റിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഒന്നിലും നോക്കി നടത്താൻ ആള് ഞാൻ തന്നെ പോകണ്ടേ. പിന്നെ പണിക്കാരൊന്നും കൃത്യസമയത്ത് വരില്ല, പറഞ്ഞ പണികൾ ചെയ്യില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങ് നീണ്ടു പോയതാണ്. ഇതിലിടയ്ക്ക് വരേണ്ടതായിരുന്നു ഞാൻ. കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? എന്താടി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ പരമസുഖമല്ലേ? അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, സുഖമായിരിക്കുന്നു. ഏട്ടനിടയ്ക്ക് കാണണം ഇങ്ങനെ പറയലുണ്ട് അമ്മ, അങ്ങോട്ട് വരണം എന്നൊക്കെ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഗുളിയോട് അധികം മാറ്റി തന്നിട്ടുണ്ട്. അപ്പൊ കഴിച്ചോണ്ടിരുന്ന ഗുളികകള് അതിപ്പോ 3 നേരം ആക്കി. 3 നേരം ആക്കി. അപ്പൊ ഒന്നും കുറച്ചില്ല? ഇല്ല, മരുന്ന് ഇങ്ങനെ ഭക്ഷണം പോലെ കഴിച്ചോണ്ടിരിക്കല്ലേ അമ്മ. രാവിലെ ഉച്ചയ്ക്ക് എന്നുള്ളത് വീണ്ടും കൂടി. അപ്പൊ രാത്രി കൂടി ആക്കി. അപ്പൊ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി അങ്ങനെ 3 നേരം.
അമ്മ ഒന്ന് എവിടെയാ? അമ്മ ടി വി ഉണ്ട്, അവിടെ ഉണ്ട്, ടി വി കണ്ടോണ്ടിരിക്കുക. അമ്മേ, അമ്മേ. ഓക്കെ. എടി, എനിക്ക് തോന്നുന്നത് അളിയൻ അമ്മയെ കൊണ്ടുപോകാൻ വന്നാണ്. ഉറപ്പല്ലേ, അല്ലെങ്കിൽ മരുന്നിന്റെ കാര്യം ആ, ചോദിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, അമ്മയുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വെച്ചോ. അമ്മേ, എന്താ അമ്മേ? എന്താ ഇവിടെ എന്താ കുട്ടി കാണിക്കണേ? ഇവിടെ ഇരിക്കും. சீதா சார், வணக்கம் சார். சார் அந்த நான் நாளைக்கு அங்கே வரும், சென்னைக்கு வரும். கண்டிப்பாக வரும் சார். இல்லை, பாம்பு பிடிக்க ஆள் வந்து சார். பாம்பினை ஜீவனோட உயிரோட எடுத்து கொண்டு வா ஒரு ஆள் வந்து வரும் சார். கண்டிப்பாக வந்துடும்.